സാർ, ഇങ്ങനെ ഒരു ഉപവാസം ഇപ്പം നടത്തുന്നതിന്റെ പ്രസക്തി ഒരുപാട് വലുതാണ്. അപ്പോൾ അങ്ങേപോലൊരു MLA ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തല്ലേ മതിയാകും. ഈ പട്ടണത്തിനകത്ത് തന്നെ കഴിഞ്ഞ 4 കൊല്ലത്തിനുള്ളിൽ 6 കൊലപാതകം നടന്നിട്ടുണ്ട്. എല്ലാം ലഹരിയിൽ നിന്നുണ്ടായിട്ടുള്ള അവരുടെ അക്രമ സ്വഭാവമാണ് എന്നുള്ള കണ്ടെത്തലും വന്നിട്ടുണ്ട്. ഇനി ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് പട്ടണത്തിൻ്റെ കഥ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സഹോദരിമാർക്ക് ജീവൽ ഭയമില്ലാതെ വഴിയിൽ നടക്കണ്ടേ? 8 മണി കഴിഞ്ഞാൽ റോഡിലിറങ്ങാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയാണോ? ലഹരിയുടെ ഒരു വലിയ ചങ്ങല നമ്മുടെ ഈ സമൂഹത്തിൽ നിൽക്കുകയാണ്. ലഹരി സപ്ലൈ ചെയ്യുന്നവരുണ്ട്, അത് വിതരണം ചെയ്യുന്നവരുണ്ട്, ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. ഈ സപ്ലൈ ചെയിൻ തകർക്കണമെങ്കിൽ ഗവൺമെൻറ് ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് ഈ ചെയിൻ തകർക്കത്തക്ക വിധത്തിലുള്ള നിയമത്തിൻ്റെ അപര്യാപ്തതയുണ്ടെങ്കിൽ അതുണ്ടാക്കണം. നാട്ടിൽ എന്തെങ്കിലും പുതിയ മൂവ്മെൻറ്റ് വേണമെങ്കിൽ അതുണ്ടാക്കണം. എല്ലാവരും ഒരുമിച്ച് ചേരേണ്ട ഒരു പൊതു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഞങ്ങളിതിന് ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സമൂഹത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന അത്യുന്നതരായിട്ടുള്ള ആളുകളാണ് ഇന്നീ ഉപവാസ പന്തലിൽ വരുന്നത്. അത് വമ്പിച്ച വിജയമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ മുൻ സിനിമാ മന്ത്രി എന്ന രീതിയിൽ അന്നത്തെ കാലത്തെ പോലെയല്ല, ഇപ്പോൾ യുവ നടന്മാരടക്കമാണ് ലഹരി ഉപയോഗിക്കുന്നത്. അത് സമൂഹത്തിനടക്കം തെറ്റായ ഒരു സന്ദേശമല്ലേ നൽകുന്നത്? നമ്മൾ ലഹരിയെ കമ്പാർട്ട്മെന്റലായി കാണണ്ട. ലഹരി ഉപയോഗിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്നോട് ചോദിച്ച സ്ഥലമുണ്ട്, അതിനേക്കാൾ അപ്പുറത്ത് വേറെ കുറേ സ്ഥലങ്ങളുമുണ്ട്. അത് ഒരു ഹാബിറ്റായി മാറരുത്. മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരന്തം വളരെ വലുതാണ്. കുടുംബങ്ങൾ ശിഥിലാകും, സിനിമയും തകരും, എല്ലാം പോകും. അപ്പോൾ ഉപബോധ മനസ്സിൽ നിന്നാണ് അഭിനയം വരുന്നത് എങ്കിൽ എവിടെ പോയി നിൽക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടുമുള്ള വ്യക്തിപരമായി വിദ്വേഷവും ഇല്ല, അമിതമായ പ്രീതിയില്ല. ഈ കോസുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ കോസ് ഒരു ജനകീയ പ്രശ്നമായി മാറണം. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ സമരം ഒരു ജനകീയ സമരമായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണം കിട്ടിയില്ല എന്നൊരു ആരോപണമുണ്ട്. അതിലെന്താ? ഇന്നത്തെ ദിവസം ഒന്നും പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ചോദിച്ചോളൂ.